ഹജ്ജിന് പോകുന്ന ഓരോ ഹാജിയും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അസ്റാറുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ എന്തിനാണ് ഹജ്ജിനും ഉംറക്കും പോകുന്നത്? തിരിച്ചു വരുമ്പോൾ ഖയൗമി വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള കുഞ്ഞിനെ പോലെ ആവാൻ വേണ്ടി, ആ കുഞ്ഞിൻ്റെ മനസ്സ് പോലെ നമ്മുടെ കൽബാകാൻ വേണ്ടിയാണ്. പക്ഷെ അത് ആവണമെങ്കിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ലി സഫാഇൽ ഖൽബി യഅരിഫു അസ്റാർ അൽ ഹജ്ജ്, കൽബ്, ആ കുഞ്ഞിൻ്റെ കൽബ് പോലെ തെളിയണമെങ്കിൽ ഹജ്ജിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അപ്പോഴാണ് ഹജ്ജിൻ്റെ അനുഭൂതി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹജ്ജിൻ്റെ ഓരോ അമലുകൾക്കും അസ്റാറുൽ ഹജ്ജ് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതൊരു വല്ലാത്ത ഹജ്ജായി മാറും. ഒറ്റ കാര്യം മാത്രം പറയാം. നമ്മൾ ഉംറയ്ക്ക് വേണ്ടി മീഖാത്തിലേക്ക് പോകുമ്പോൾ, തൻഈമിലേക്കോ അല്ലെങ്കിൽ മറ്റു മീഖാത്തുകളിലേക്കോ പോകുമ്പോൾ, അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി മീഖാത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ മനസ്സിൽ എന്താണ് കൊണ്ടുവരേണ്ട ഹജ്ജിൻ്റെ സിറ് മഹാന്മാർ പറയുന്നുണ്ട്. ഇഹ്റാമിൻ്റെ നിസ്കാരം നിസ്കരിച്ച് ഇഹ്റാമിൻ്റെ നിയ്യത്ത് ചെയ്ത് തൽബിയത്ത് ചെല്ലുന്ന ഘട്ടത്തിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുമ്പോൾ ലാഘവത്തോടുകൂടെ ചൊല്ലരുത്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, ഖൽബിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഗൗരവം കൊണ്ടുവരണം. ലബ്ബൈക്ക് എന്ന് ചൊല്ലുമ്പോൾ പേടിക്കണം. പടച്ചവനെ, ഞാൻ നിനക്ക് ഉത്തരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്നോടെങ്ങാനും ലാ ലബ്ബൈക വലാ സഅദൈക്, നിന്റെ ലബ്ബൈക്കിൻ്റെയും സഅദൈക്കയുടെയും ആവശ്യമില്ല, നിനക്ക് ഉത്തരമില്ല, നിനക്ക് വിജയമില്ല എന്നെങ്ങാനും എന്നോട് പറയപ്പെടുമോ എൻ്റെ തെറ്റിൻ്റെ കാഠിന്യം കൊണ്ട് എന്ന് പേടിച്ചുകൊണ്ടാണ് ലബ്ബൈക ചെല്ലേണ്ടത്. ലാഘവത്തോടുകൂടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ചെല്ലേണ്ടതല്ല ഈ ലബ്ബൈക്ക്. ആ ഒരു പേടിയോടുകൂടെ ചെല്ലണം. ആരായിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് തങ്ങളുടെ പേരക്കുട്ടി അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, അവർ ഇഹ്റാം ചെയ്തു, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തു. എന്നിട്ട് വാഹനപ്പുറത്ത് കയറി തൽബിയത്ത് ചൊല്ലാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്കും ബഹുമാനപ്പെട്ടവരുടെ നിറം, ശരീരത്തിൻ്റെ നിറം വെളറി വെളുത്തുപോയി. പേടിച്ചിട്ട് എല്ലാവരും പേടിച്ചു. ബഹുമാനപ്പെട്ടവർ പേടിക്കുന്നത് കണ്ട് കൂടെയുള്ളവർ ചോദിച്ചു, അങ്ങെന്താണ് തെൽബിയത്ത് ചൊല്ലാത്തത്? തെൽബിയത്ത് ചൊല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും വായിലൂടെ കിട്ടുന്നില്ല, ചുണ്ടുകൾ പേടിച്ച് വറക്കുകയാണ്, നാവ് വഴങ്ങുന്നില്ല. ഉടനെ ചോദിച്ചു, അങ്ങെന്താണ് തെൽബിയത്ത് ചൊല്ലാത്തത്? ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് മറുപടി പറഞ്ഞു, അഖ്ഷ അൻ അഖൂല ലബ്ബൈക് ഫയഖൂല ലീ ലാ ലബ്ബൈക വലാ സഅദൈക്, ഞാനെങ്ങാനും ലബ്ബൈക പറഞ്ഞാൽ എൻ്റെ റബ്ബെങ്ങാനും എന്നോട് നിനക്ക് ലബ്ബൈക, നിനക്ക് ഉത്തരമില്ല, നിനക്ക് വിജയമില്ല എന്ന് എന്നോട് പറയുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ആ ഒരു പേടിയോടുകൂടെയാണ് നമ്മൾ തെൽബിയത്ത് ചെല്ലേണ്ടത്. അതുപോലെ തന്നെ തെൽബിയത്ത് ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഒന്നാമത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറയപ്പെടുമോ, ലാ ലബ്ബൈക വലാ സഅദൈക് എന്ന് പറയപ്പെടുമോ എന്ന് പേടിക്കണം. രണ്ട്, തെൽബിയത്ത് ചൊല്ലുമ്പോൾ എൻ്റെ റബ്ബ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എല്ലാ ജനങ്ങളെയും ഹജ്ജിന് വേണ്ടി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വഅദ്ദിൻ ഫിന്നാസ്, ആ വിളിയുടെ ഉത്തരമാണ് ഞാൻ ഈ ചൊല്ലുന്ന ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടാണ് വിളിക്കേണ്ടത്. മൂന്നാമതായി ഈ ലബ്ബൈക്ക് ചൊല്ലുമ്പോൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്, എല്ലാവരും മരണപ്പെട്ടു, ഖിയാമത്ത് നാളായി. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒന്നാമത്തെ ഊത്തോടുകൂടെ ഖിയാമത്ത് നാൾ സംഭവിച്ചു. രണ്ടാമത്തെ ഊത്തോടുകൂടെ ഖബറിലുള്ള എല്ലാവരും എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോവുകയാണ്. ഈ തൽബിയത്ത് ചൊല്ലി പോകുമ്പോൾ ആ സൃഷ്ടികളായ ആളുകളോട് മുഴുവനും എണീൽക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുമ്പോൾ അതിനുത്തരം ചെയ്തുകൊണ്ട് ഞാൻ എണീക്കുകയാണ്, ഞാൻ മഹ്ശറിലേക്ക് പോവുകയാണ്. അവിടെ ഒരുപാട് തിരക്കുണ്ട്. ഹജ്ജിൻ്റെ ഓരോ ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുമ്പോഴും ഇത് മഹ്ശറിലേക്ക് പോകുന്ന തിരക്കാണ്, എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ പോകാൻ വേണ്ടി പോവുകയാണ് എന്ന ചിന്തയോടുകൂടെ വലിയദ്കുർ നിദാ അൽ ഖൽഖി ബിനഫ്ഖി സൂരി വഹശ്രിഹിം വഹശ്റഹും വസ്ദിഹാമുഹും ഫി അറസാത്തിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂടുന്നതും അവിടുത്തെ തിരക്കുകളുമായിരിക്കണം. ഈ തിരക്കുകളും ആളുകളുടെ ഒരുമിച്ച് കൂടലും കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, അങ്ങനെയാണ് നമ്മൾ തെൽബിയത്ത് ചൊല്ലി പോവേണ്ടത്. അങ്ങനെ ഇഹ്റാം ചെയ്ത് തെൽബിയത്ത് ചൊല്ലി ഹറമിൻ്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുറ്റത്തേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. ദഖൽതു ഇലാ ഹറമി റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുറ്റത്തേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മോനെ വൽയർജു അമാനൽ അദാബ്, ഏതൊരു
വ്യക്തിയുടെ മുറ്റത്തേക്ക് നമ്മൾ ചെന്നാലും മാന്യനായ വ്യക്തിയാണെങ്കിൽ ആദരവോടുകൂടെ നമ്മെ സ്വീകരിക്കും. അദ്ദേഹം നമ്മളെ ബുദ്ധിമുട്ടാക്കുകയില്ല. നമ്മൾ റബ്ബിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വല്യർജ അമാനല്ലാതാവ്. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു പേടിയില്ലാത്തൊരവസ്ഥ, അമാൻ, സംരക്ഷണം, റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണം പ്രതീക്ഷിച്ചു കൊള്ളട്ടെ ഈ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ഹറമിലേക്കുള്ള അതിർത്തി കടക്കുമ്പോഴുള്ള ദിക്റൊക്കെ നമ്മൾ ചൊല്ലുമല്ലോ. ഹറമിൻ്റെ അതിർത്തി കടക്കുമ്പോഴുള്ള ദിക്ർ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്, എൻ്റെ റബ്ബിൻ്റെ മുറ്റത്തേക്കാണ് ഞാൻ വന്നത്, എൻ്റെ റബ്ബിൻ്റെ അദാബിൽ നിന്ന് എൻ്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും എന്ന പ്രതീക്ഷയോടുകൂടെയാണ് അങ്ങോട്ട് കടക്കേണ്ടത്. അള്ളാഹു ഈ ഇതുപോലെയുള്ള അസ്റാറുകൾ മനസ്സിലാക്കി ഹജ്ജിൻ്റെ ഓരോ അമലുകളെയും ഇടപെടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.